അമ്മൂസേ ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നേ? അപ്പം ഗൈസ്, അമ്മൂസിന് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വരുന്ന 10th അമ്മൂസിന് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അമ്മൂസ് ഇന്നിപ്പോൾ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് ഫുൾ ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ഗൈസ്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല അമ്മൂസ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട്, ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് അമ്മൂസിനെ ഇതാ പഠിക്കാൻ വേണ്ടി വിളിച്ച് വരുത്തി ഇരിക്കുവാണ്. അപ്പം അമ്മൂസ് എന്താണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്? ഹിന്ദി അമ്മൂസ് ഇപ്പം തോടുന്നില്ല. കുറച്ച് നേരം ഹിന്ദി പഠിച്ചു, ഒരു മണിക്കൂറൊക്കെ ഹിന്ദി പഠിച്ചു. പക്ഷെ കാര്യമായിട്ട് അരമണിക്കൂർ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. 12th നമ്മുടെ GK എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പൊ GK എത്രയുണ്ട് അമ്മൂസേ? 11ാമത്തെ ചാപ്റ്റർ മുതൽ 30th ചാപ്റ്റർ വരെയാണ് ഇപ്പൊ പരീക്ഷ. 11th ചാപ്റ്റർ മുതൽ. ഓക്കെ, അപ്പൊ 11th ചാപ്റ്റർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ അമ്മൂസ് എന്തേലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മുന്നേ പഠിച്ചു തുടങ്ങിയോ? ഇല്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് അമ്മൂസ് ഇത് പഠിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ. നീ ആദ്യമായിട്ടല്ലേ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്? നോട്ട്സ് ചെയ്തെടുത്തിട്ടല്ലേ ഉള്ളൂ, ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഗൈസ്. അപ്പൊ ഇത് അമ്മൂസ് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അമ്മൂസിന്റെ പഠിത്തമൊക്കെ നമുക്ക് എങ്ങനെയാന്ന് കാണാട്ടോ ഗൈസ്. വായിക്ക് നോക്കട്ടെ. What do they have? Which animals have these? Main, shell, scales. അപ്പൊ ഇതൊക്കെയാണ് ഇതിപ്പോ പഠിക്കുന്നത്. ഇതിപ്പോ 2 എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ പറയും. 2 എക്സാമ്പിൾ. Spines, sticky, tentacles, pouch, horns. അപ്പൊ ഇതൊക്കെ നീ ഓൾറെഡി ഈസിയാ. കങ്കാരു, പിന്നെ എന്താ ഗൊറില്ല, കോളയല്ലേ? അപ്പൊ അതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ 2 എക്സാമ്പിൾസ് വെച്ചിട്ട് ഇതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് വേഗം പഠിക്കാം. പിന്നെന്താ ഏറ്റവും എളുപ്പമുള്ള അതൊക്കെ. പിന്നെ ആനിമൽസ് ദാറ്റ്, പിന്നെ 12th ചാപ്റ്റർ വരുന്നത് ആനിമൽസ് ദാറ്റ് ദേ ലുക്ക് അലൈക്ക്. അപ്പൊ സെയിം സിമിലാരിറ്റി ഉള്ള ആനിമൽസ് ഒക്കെയാണ് ഇതിലിപ്പോ കാണിച്ചേക്കുന്നത്. അതിലേതാ ലെപ്പേർഡ്? പറ, നീ പറ. അതാണോ? Leopards have spots that are arranged like petals. Cheetahs have tear lines below the eyes. Tear lines, that means this ഇതാണ് tear lines. അതാണ് തോന്നുന്നു tear lines. ഇതാണ് തോന്നുന്നു cheetahs. This is leopard. ഇത് ടർട്ടിൽ. അപ്പൊ ഇതൊക്കെ എളുപ്പമാണ്. ഇതിൽ കുറെ ഇതൊക്കെ സിമിലർ ആനിമൽസ് ആണ്. സിമിലർ ആനിമൽസ്, ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് നമ്മള് ഇത് പഠിക്കണം. ഇപ്പൊ ഈ ടിക്ക് മാർക്ക് ചെയ്തു തന്നില്ലേ ടീച്ചേഴ്സ്, അതൊക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ അമ്മൂസെ. അപ്പൊ ഇതൊക്കെ പഠിക്കണം. ഇത് എഴുതാനുണ്ടാവില്ല, ജസ്റ്റ് ടിക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എഴുതാനൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അറിയോ? ചോദിക്കട്ടെ? ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അമ്മൂസിനോട്. ഓക്കെ, നോക്കണ്ട, എന്റെ മുഖത്തോട്ട് നോക്കാം. അപ്പൊ ബട്ടർഫ്ലൈസ് 2 തരം. ഇതാണ് കാര്യം. വലിയ കാര്യത്തിൽ പഠിച്ചു എന്നൊക്കെ പറയും, പക്ഷെ അമ്മൂസ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ മാത്രമല്ല, എല്ലാം ചോദിക്കും. അങ്ങനെയല്ല. അപ്പൊ ഫസ്റ്റ് വണ്ണ് അമ്മൂസിന്റെ അടുത്ത് മിക്സ് ആയിട്ടൊന്നും പറയില്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ റാബിറ്റ്, വേറൊരു റാബിറ്റിനെ പോലത്തെ ഒരു സാധനത്തിന്റെ പേര് തന്നിട്ടുണ്ട്. അപ്പം ഹാസ്. അപ്പൊ ഹാസ് ആ ബിഗ്. പറ, റാബിറ്റിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? പറ. ടിക്ക് ചെയ്യ. പിന്നെ റാബിറ്റ് സ്റ്റേ ഇൻ ബോറോസ് ബട്ട് ഹാസ് ഡു നോട്ട്. റാബിറ്റ് ഈറ്റ് പ്ലാന്റ്സ്, ഹാസ് ഈറ്റ് ഫ്ലഷ് ഓഫ് സ്മോൾ ആനിമൽസ്.
ഇതിൽ ഏതാ ട്രൂ എന്നുള്ളതാണ് പറയേണ്ടത്. ഹെയർസ് ആർ ബിഗർ ദാൻ റാബിറ്റ് ആൻഡ് ഹാവ് ലോങ്ങർ ഇയേഴ്സ് ആൻഡ് ലെഗ്സ്. ആ ഹെയർസിൻ്റെ ഓക്കെ, എയും സി ആണ് ഗൈസ് അപ്പം ശരിയുള്ളത്. അപ്പം അതേപോലെ ഇത് അമ്മൂസിനോട് ഞാൻ ചോദിക്കണ്ടല്ലോ, ഇത് അമ്മൂസിനെല്ലാം അറിയുന്നതല്ലേ, മാർക്ക് മേടിക്കൂല്ലോ ഇതിന്. ഓക്കെ, അപ്പം ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത പാഠം 13th ചാപ്റ്റർ പ്ലാന്റ് ആൻഡ് ആനിമൽ ഫാക്ട്സ് ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് ആനിമൽ ഫാക്ട്സ്, ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഇത് പഠിച്ചിട്ടുണ്ടോ അമ്മൂസേ? ആ എന്നാൽ വേഗം പഠിച്ചോ, വായിക്കും. ഇതാണിത് മാത്രല്ലേ വായിക്കാൻ അറിയില്ലാത്തത്. മരത്തിൽ ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ അത് നമ്മുടെ കോക്കനട്ട് ട്രീസിലാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. കോക്കനട്ട് ട്രീസിലൊക്കെ നിങ്ങൾ ഇങ്ങനെ റൗണ്ട് സർക്കിൾസ് പോലെ കാണുന്നില്ലേ? മുറിക്കുമ്പോഴല്ല, അല്ലാണ്ടും കാണും പൊട്ടത്തി. ഈ കോക്കനട്ട് ട്രീ ഒന്ന് നോക്കിയാൽ മതി, റൗണ്ട് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് അതിന്റെ സ്റ്റെമ്പിൽ. നമ്മൾ ഇനി പുറത്തോട്ട് പോകുമ്പോൾ എന്തായാലും കാണും കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കോക്കനട്ട് ട്രീസിൻ്റെ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ട്രീസിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ ഇതിൽ കാണാൻ പറ്റും. അപ്പം അത് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഏജാണ് അവർ പറയുന്നത്. ആ കോക്കനട്ട് ട്രീൻ്റെ ഏജാണത് കാണിക്കുന്നത്. ഇതിപ്പോ എന്നിട്ട് അതില് എന്തോ വരയ്ക്കാണ്, എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് എണ്ണ നോക്കുമ്പോ അതിന് ഏജ് ഉണ്ടാവും. അതല്ല പൊട്ടത്തി, ഇതുണ്ടോ? ഇതെന്ത് ബുക്കാണ് സത്യം പറഞ്ഞാല്? റഫ് ബുക്ക് തന്നെയാ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മരമാണ്. ചെടിയാ? യെസ്, ചെടിയല്ല മരം. ഇതാണ് കോക്കനട്ട് ട്രീ. സൂപ്പർ കോക്കനട്ട് ഡിറ്റോ നോ. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ഓരോ കോക്കനട്ട്സ് ഒക്കെ ഉണ്ടാവും. ദിസ് ഇസ് കോക്കനട്ട് ട്രീ. എന്ത് ട്രീ ആണ്? കോക്കനട്ട് ട്രീ. അപ്പൊ ഇതില് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ 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 വരകൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഈ മരമാണ് ഇതിന്റെ ട്രങ്കിലുള്ള ഈ ഒരു മരത്തിന് എത്ര 1 2 3 5 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മരത്തിന് 5 വയസ്സേ ഉള്ളു. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ ഇനി കോക്കനട്ട് ട്രീസ് ഒക്കെ പുറത്തു പോയി കാണുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, ഇതിന്റെ ഓരോ ഈ ഒരു സർക്കിൾസ്, ട്രങ്കിലുള്ള ഓരോ സർക്കിൾസിന് അതിന്റെ ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഏജ്. അപ്പം അതാണത്. പഠിച്ചില്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാന്റ് ലീവ്സ് ക്ലോസ് ഇഫ് യു ടച്ച് ദം? അതെന്താ? തൊട്ടാവാടി. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? സെൻസിറ്റീവ് പ്ലാന്റ്. പറഞ്ഞേ. അതിന് പറയുന്നതാണ് സെൻസിറ്റീവ് പ്ലാന്റ്. അപ്പൊ യെല്ലോ പൗഡർ യൂസ് ടു സ്പൈസ് കംസ് ഫ്രം ഏതാണ്? ടെർമറിക്. മഞ്ഞപ്പൊടിക്ക് എന്താ പറയാ? ടെർമറിക്, മഞ്ഞൾ. വിച്ച് ഓഫ് ദീസ് ആർ നോട്ട് പ്ലാന്റ്സ്? മഷ്റൂം, ഗ്രാസസ്, വെയ്റ്റ്സ്. മഷ്റൂംസ് ആണ് കേട്ടോ. ഇത് മഷ്റൂം. This animal has a forked trunk. It is a frog. That is frog. Okay. And the snake. Frog and snake രണ്ടും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ സ്നേക്ക് ഒക്കെ ഇല്ലേ, ഉറങ്ങുമ്പോ കണ്ണ് തുറന്നിട്ടോ? ആണോ? ഇതിലുണ്ടല്ലോ, ഇവിടെ സ്നേക്സ് സ്ലീപ്പ് വിത്ത് ദർ ഐസ് ഓപ്പൺ. അതൊരു പുതിയ അറിവാണ് കേട്ടോ, എനിക്കൊരു പുതിയ അറിവാണ്. കണ്ണു തുറന്നിട്ട് പറഞ്ഞല്ലേ? ഇല്ല, ഞാൻ ഇതല്ലല്ലോ പഠിക്കുക. അപ്പൊ അമ്മൂസ് ഇതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഗൈസ്. അമ്മൂസ് ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എപ്പോ പഠിച്ചതാ? നിങ്ങൾ ഇപ്പോഴല്ലേ പഠിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിയുന്നവര് കമന്റ് ചെയ്യാ കേട്ടോ ഗൈസ്. സ്നേക്സ് ഒക്കെ രാത്രി കണ്ണ് തുറന്നിട്ട് ഉറങ്ങുന്നത്. അപ്പൊ ദ ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ്സ് ഏതാണ്? ഹമ്മിങ് ബേർഡ്. അത് എളുപ്പാ.
അതാണ് ഹമ്മിങ് ബേർഡ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളാം. ഓക്കെ, കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടുണ്ട്, നിനക്ക് ഓർമ്മയില്ല കേട്ടാ. വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഓഫ് 2 lengths? ആരാ? ഓസ്ട്രിച്ച് ആണ്. വെരി സിമ്പിൾ. ഇതൊക്കെ ചോദിച്ചാൽ പറയണം. വെരി സിമ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞത് ചോദിച്ചാൽ നീ പറയുമോ? പറയണം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്നോട് വിച്ച് ഓഫ് ദീസ് ഹാസ് 2 humps on its back? ഇത് ഏത് ആനിമലാ? എന്ത് ക്യാമല? എന്തോ ക്യാമല. അത് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത കുള്ള ക്യാമലാണ്. സത്യം പറഞ്ഞ ക്യാമല് നല്ല ഹൈറ്റ് ഉള്ള ക്യാമലായിരിക്കില്ല. ഇതെന്ത് എന്താ വായിക്കുന്നത്? ബാക്ക് ട്രെയിൻ ക്യാമൽ. ഇന്ത്യൻ ക്യാമൽ. അത് ഇന്ത്യൻ ക്യാമലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല ഹമ്പ് ഉള്ള ഒറ്റ ഹമ്പേ ഉണ്ടാവുള്ളൂ അതിന് ബാക്കില്. നല്ല അതും അത് തന്നെയാ, സെയിം തന്നെയാ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഗൈസ്. ഞാൻ ചോദിപ്പിക്കട്ടെ? അപ്പൊ അമ്മൂസ് പഠിച്ചിട്ടുണ്ടോ? മിക്സ് ആയിട്ടൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പറയും. ഓക്കെ. A tree tongue has rings inside. The rings tell the tree's age, size, height. Which plants leaves close if you touch them? Rose, morning glory. Sensitive plants. Yellow powder used to spices comes from coriander, turmeric. Which are not mushrooms? അതിന്റെ ആൻസർ പറഞ്ഞു. സോറി ഗൈസ്, അതെന്താ? മഷ്റൂംസ് ആണ്, പ്ലാന്റ്സ് അല്ലാത്തത്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞുപോയി ഗൈസ്. അപ്പൊ ദിസ് ആനിമൽസ് ഇസ് ഫോക്ക് ടങ് ആൻഡ് ഇറ്റ് ഇസ് crocodile, frog, snake. Okay, this camel has shed his tail. It is a dog, lizard, lager. അത് നമ്മള് ഡിസ്കസ് ചെയ്യാത്തൊരു ചോദ്യമാണ്. This animal can shed its tail. It is a dog, lizard, lager. ഷെഡ് ഇറ്റ്സ് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പല്ലീന്റെ വാല് മുറിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടോ? ജീവനുണ്ടാവും. ദാറ്റ് ഇസ് ഷെഡ് ഇറ്റ്സ് ടെയിൽ. ഏതാ? ലിസാർഡാണ് പല്ലി. മനസ്സിലായോ? ആരുടെ വാല് മുറിഞ്ഞു പോവാ? പല്ലിയുടെ ഇംഗ്ലീഷ് പേരെന്താ? ലിസാർഡ്. ദ ബേർഡ് നമ്മുടെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലിസാർഡ് ഓഫ്. Okay, next question. This bird can fly backwards. It is a crow. Hummingbird. Okay. Which bird lays biggest eggs? Biggest eggs. Ostrich. Which is the fastest runner of 2 legs? Cheetah, ostrich, man. Which has the 2 humps? Indian camel, 2 humps. Indian camel, Arabian camel, Bactrian camel. ഓക്കെ ഗൈസ്, അമ്മൂസ് 38 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നെക്സ്റ്റില് ക്വിസ് ഉണ്ട്. ക്വിസ് എന്താണ് സംഭവം? ട്രൂ ഫോൾസ്, ദെൻ ടിക്ക് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അത് കുറച്ചധികം ഉണ്ട് ഗൈസ്. അപ്പൊ പഠിക്ക് വായിക്കാൻ അറിയാലോ. മലയാളമല്ലേ വായിക്കാൻ അറിയാത്തത്? വായിച്ചോളൂ. The fastest growing plant is kind of bamboo. എന്താ ചോദ്യം മോളെ? The fastest growing plant is kind of bamboo. എന്തീ പറയണത്? The fastest growing plant is a kind of bamboo. It's true or false? True. Coffee comes from the leaves of plant? False. The spice cinnamon is a bark of a tree? True. Snakes sleep in open eyes? True. That is നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ ആണത്. ഓക്കെ, ക്രാബ്സ് വാക്ക് സൈഡ് വേസ്? ട്രൂ ആണ്, ഫ്രണ്ടിലോട്ട് നടക്കൂല. The earth goes around the moon? False. No, Tito, no. ഇതിപ്പോ എന്താ ഇതിന്റെ അകത്ത് ചോദ്യം? The earth goes around the moon. എർത്ത് ആണോ മൂണിന്റെ ചുറ്റും നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആണോ? അല്ല.
ആണോ ഗൈസ്? കമൻറ്റ് ചെയ്യണേ. അമ്മൂസ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ ഗൈസ്. പ്ലൂട്ടോ ഈസ് നോട്ട് എ പ്ലാനറ്റ്, ഇറ്റ് ഈസ് എ ഡോഫ് പ്ലാനറ്റ്. അതിനിപ്പോ പ്ലാൻ ഇല്ല. അതിനെ ഒഴിവാക്കി. അപ്പൊ നമ്മള് അത് ഏത് ഇയറിലാണ് ഒഴിവാക്കിയത് അറിയോ? അറിയില്ല. അപ്പൊ അത് അറിയുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ ദ ഡിസ്ട്രിബ്യൂട്ടറി ഫ്ലോസ് അറൌണ്ട് ഔട്ട് ഓഫ് അനദർ റിവർ. ഇറ്റ്സ് ട്രൂ. അപ്പൊ ട്രൂ ഓഫ് ഫോൾസ് അമ്മൂസ് വേഗം പഠിച്ചോളൂ. ഞാനിപ്പോ ചോദിപ്പിക്കും, വേഗം പഠിച്ചോ. ആ ചോദ്യമെങ്കിലും വായിച്ച് പഠിക്കും. ചെല്ലു, മടി പാടില്ല അമ്മൂസേ. ചെല്ലു. ടിറ്റോ, ടിറ്റോ നീ പഠിക്കാൻ പോവാണോ? EVS പഠിക്കാണോ? GK പഠിക്കാണോ? ഓണത്തിന്റെ പരീക്ഷയ്ക്ക് ഇല്ല ഇംഗ്ലീഷ് ഒരു തുള്ളി ബുക്ക് ഒരു തുള്ളി തുറന്ന പോലില്ല. അത് നമ്മളെന്തോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസം ഹോസ്പിറ്റലിലേക്ക് അന്ന് ആൻസിം വന്ന് ടിറ്റുവിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നീ അന്ന് എന്തോ ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പം അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമായിരുന്നില്ലേ? അതേടി. നീ എന്നിട്ട് ഒന്നും പഠിക്കാണ്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് ഞാൻ എന്നിട്ട് ടീച്ചറോട് പറഞ്ഞില്ല അമ്മൂസ് ഒന്നും പഠിക്കാണ്ടാ വന്നിട്ടുള്ള ടീച്ചറെ. അപ്പൊ അതൊക്കെ പറഞ്ഞായിരുന്നു. ടീച്ചർ കണ്ടു. അപ്പം ടീച്ചർ പറഞ്ഞു അമ്മൂസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ ആൻസറിനും ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പഠിക്കാണ്ട് വന്നിട്ട് ആൻസർ ശരിയായി. പക്ഷെ വേറൊരു കാര്യമുണ്ട് മോളെ, GK അല്ല, ഹിന്ദിയും മലയാളവും മോൾ എന്തെങ്കിലും കാണിച്ച് പഠിച്ചില്ലെങ്കിൽ ഷോക്കായിരിക്കും. ഞാൻ ആ ടീച്ചറോട് പറയും ഹിന്ദിയും മലയാളവും അമ്മൂസിന് ഷോക്കാണെന്ന് പറയും കേട്ടോ. എന്തായാലും മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയില്ല അമ്മൂസിന്, ഇതുവരെ പഠിച്ചിട്ടില്ല. എങ്ങനെ അക്ഷരമാല പഠിക്കൂലല്ലോ, പിന്നെ എന്താ ചെയ്യുക? എത്രയോ വട്ടം ഞാൻ പറഞ്ഞതില്ലല്ലോ അതിൻ്റെ അക്ഷരമാല പഠിക്കണം എന്ന്. ഇതാണ് പഠിക്കാതിരുന്നാല് ഗൈസ്. കണ്ടോ, ഇതാണ് അമ്മൂസിന്റെ പഠിത്തം ഗൈസ്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഗൈസ്? അപ്പൊ കമന്റ് ചെയ്യണേ. ഞാൻ ഇനി ഒന്നും പറയില്ല. ഞാൻ ഈ വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കും. എന്നാ അല്ല പറഞ്ഞോ. A distributary flows out of the another river. It's true or false? True. Okay, Pluto is not a planet. It is a dwarf planet. True. The fastest growing plant that is a kind of bamboo. True. Coffee comes from the leaves of a plant. False. The earth goes around the moon. False. Crabs walk sideways. True. Snake sleeps open eyes. True. Spice cinnamon is the bark of a tree. Spice cinnamon is the bark of a tree. Yes, true. എന്താണിത്? അപ്പോൾ ഇത് 2-3 കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാനുള്ള ഉണ്ട്. അത് നിനക്ക് പഠിക്കണോ അതോ ജസ്റ്റ് നോക്കുന്നോ അതോ വേഗം പഠിക്കും? Which of these is a star? The sun, Saturn. എന്താ Saturn. Which of these is a star? പിന്നെ Saturn. The morning star. The sun ആണ്. Sun. Which of these planets has ടിട്ടോ Mars? ഇവിടെ വന്നിരിക്കെ, താഴെ വന്നിരിക്കെ. ടിട്ടോ താഴെ വന്നിരിക്കാനാ പറഞ്ഞത്. Which part of a plant ഇസക്കുട്ടി is a cabbage? താഴെ വന്നിരിക്കെ. Bun. അവള് വിടറി, അവള് വിട്, അവള് വീഴും. It's not any. ഇതാണോ പഠിക്കുന്നേ? ചോദിപ്പിക്കട്ടെ. ചോദിപ്പിക്കട്ടെ ഗൈസ്. അപ്പം വിച്ച് ഓഫ് ദീസ് ഇസ് എ സ്റ്റാർ? ദ സൺ, സാറ്റേൺ, ദ മോർണിംഗ് സ്റ്റാർ. The sun. വിച്ച് ഓഫ് ദീസ് planets has more moons?
മെർക്കുറി, മാർസ്, വീനസ്. Mars. Okay. Which part of the plant is a cabbage? Flower, stem, bud. Bud. Which is not another name of a brinjal? Orca or big bean? Orca. Okay. പിന്നെ ഇത് Which one is swan? ഏതാ ഇതിലുള്ള സ്വാൻ കണ്ടുപിടിക്കാം. C. അതാണോ സ്വാന്? ചുറ്റു കുത്തുന്നതാണോ സ്വാന്? ഇതാണ് സ്വാൻ. This one is swan. ഇതാണ് സ്വാൻ കേട്ടോ. അതിന്റെ പിക്ചർ ഒക്കെ തരും. പിക്ചർ ഇനിയുണ്ട്. ഇത് A strawberry has seeds outside. ഇതാണ് ഔട്ട്സൈഡ്. ഈ കുട്ടി യൂസ് ചെയ്ത സ്ട്രോബെറി സീഡ്സ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മളിപ്പോൾ വീഡിയോ കണ്ടില്ലായിരുന്നോ? പ്ലാന്റ് ചെയ്യാൻ സ്ട്രോബെറി സീഡ്സ്. പ്ലാന്റ് ആയോ അവൾക്ക്? അത് വീഡിയോ ഇല്ല, നീയല്ലേ കണ്ടത്? ബാക്കിയില്ല അല്ലേ? സീഡ് പ്ലാന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. ദ സ്ട്രോബെറി ഹാസ് സീഡ്സ് ഔട്ട്സൈഡ്. അപ്പോൾ അതാണ് ശരി കേട്ടോ അമ്മൂസേ. വിച്ച് ഓഫ് ദീസ് lives the longest? Tortoise, elephant, cat. Okay. We make scrubbers from these. ഏതിനാ സ്ക്രബേഴ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ? ഇതിന് നോക്കാൻ പാടില്ല. ഇല്ല. ഇങ്ങനെ ബിയും ഇതും. The narwhal is a kind of whale, shark, dolphin. Whale. ആഹാ, ഇത് നീ നോക്കി എഴുതാനാ, നോക്കി പറയാനാ അല്ലേ? നോക്കി പറയല് നടക്കൂല മോളെ. വിച്ച് ഓഫ് ദീസ് ആർ നോട്ട് ഫിഷ്? ഷാർക്സ്, റേസ്, ജെല്ലിഫിഷ്. വിച്ച് മൗണ്ടൻ റേഞ്ച് ഇസ് ദ ലോങ്സ്റ്റ്? ദ ആൽപ്സ്. ഏറ്റവും ലോങ്സ്റ്റ് മൗണ്ടൻ റേഞ്ച് ഏതാണ്? ദി എയിംസ്, ദ ഹിമാലയാസ്, ദ ആൽപ്സ്. തെറ്റാണ്. The river that carries the most water is the Amazon, Nile, Mississippi. Which country is called the gift of Nile? Para. Which country is called the gift of Nile? China, Egypt, Australia. Egypt. Which of these rivers does not flow through India? Yamuna. യമുന. ഇനി ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ മൂസേ, നന്നായിക്കോട്ടെ നിനക്ക്. യമുന ഞാൻ പറഞ്ഞോ? പറ. പറഞ്ഞില്ല, പിന്നെന്തിനാ അത് പറഞ്ഞത്? ആണോ? അല്ല. ഇൻഡസ്, ചമ്പാൽ, യാൻസ്കി. പറ മൂസേ. ചമ്പാൽ. അല്ല. യാംസി. Which is the world's highest waterfall? യാംസോൺ. Niagara, Victoria, Angel Fall. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടി. അങ്ങനത്തെ വാട്ടർഫോൾ ഉണ്ടാവും. പറ. ആൻസർ ഏതാ? ഒന്നും കൂടി ഇത് പറയാ. നയാഗ്ര ഫോൾസ്, വിക്ടോറിയ ഫോൾസ്, ഏഞ്ചൽ ഫോൾസ്. ഏഞ്ചൽ. നോക്കി പറഞ്ഞാണ് ഗൈസ്. അല്ല, ഞാൻ ഇങ്ങനെ ഇരുന്നതാ. അതാണ് പറഞ്ഞ നോക്കി പറഞ്ഞാണെന്ന്. അതെ. ഇനി അടുത്ത പാഠം ഇരുന്ന് പഠിച്ചോ എന്തായാലും. ഇട്ട് വായിൽ വെക്കരുത് കേട്ടോ. അടുത്ത പാഠം എന്താ? ടൈപ്സ് ഓഫ് ബാഗ്സ്. ഇത് എന്തൊക്കെയാ? ഷോപ്പിംഗ് ബാഗ്, ബ്രീഫ് കേസ്, സ്യൂട്ട് കേസ്, സ്ട്രോളർ, പിന്നെന്തൊക്കെയാ? സച്ചിലോ, ട്രങ്ക്, ഡഫേൽ ബാഗ്, ബാക്ക് പാക്ക്. ഡോറ ബുജിക്കുള്ള ബാഗ്.
ആ ഡോറ ബൂജിക്ക് ബാക്ക് പാക്ക്. എന്നാ വേഗം പഠിക്ക് ബാക്ക് പാക്ക്. പഠിക്കേ. ടൈപ്സ് ഓഫ് ബാഗ്. ഷോപ്പിംഗ് ബാഗ്. ഇത് രീതിപ്പിക്കുവോ? എല്ലാ മക്കളെ ഇതൊക്കെ എന്താ കഥ? ഉണക്കാൻ വേണ്ടി. ഇപ്പൊ വെയിലുണ്ടോ ഗൈസ്? വെയിലില്ല. എന്നിട്ട് ഇതെന്തിനപ്പോ ഇവിടെ വെച്ച്? അത് കുറച്ച് കാറ്റ് കൊള്ളാൻ. ഇതൊക്കെ ഇന്ന് വാഷ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇസക്കുട്ടി ഇതാ എല്ലാത്തിനും പിടിച്ച് കളിക്കുന്നുണ്ട്. എല്ലാത്തിനും പിടിച്ച് വാഷ് ചെയ്തിട്ടു എന്ന്. ആ അവള് പേന എടുത്തോട്ടെ. നീ എന്നാ വേഗം പഠിക്ക്. ഇസക്കുട്ടി ഇസക്കുട്ടി ഇസക്കുട്ടിയേ ഇസക്കുട്ടിയേ തൊണ്ടേ കുടുങ്ങൂ. ഇതിങ്ങനെ എഴുതിപ്പിക്കണേ. ഇങ്ങനെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ കോള ഇട്ടിട്ട്. ആര് ആര് അയറിനോ? അയറി എന്ത് ചെയ്ത്? സാരല്ല. അമ്പയറി അമ്പയറി അമ്പയറി. അത് അയറിന് അടി കൊടുത്തു. കരയണ്ട കരയണ്ട. സിപ്പ് കരയണ്. ഓശോ പോട്ടെ പോട്ടെ പോട്ടെ. എന്തൊരു ചേച്ചിയടി നീ. അപ്പൊ ഗൈസ് ദാ അമ്മൂസ് പഠിച്ച് ക്ഷീണിച്ച് ദാ എന്തത് എന്താ സാധനം പോലും അറിയില്ല ഗൈസ്. ഇതെടുത്തോണ്ട് വന്നത് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൽ പോയപ്പം അവിടെ ഉണ്ടായിരുന്നാണ് സോന പപ്പടം. ഇത് ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യാം. ടിറ്റൂണ് കൊടുക്കടി. കുറുക്കന്റെ കല്യാണം ഗൈസ്. മഴ 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 മഴയും വെയിലും. കുറുക്കന്റെ കല്യാണം. ടിറ്റു കൊടുക്കടി. കൊച്ചിന് കൊടുക്കടി. പൂച്ച എവിടെ? പൂച്ച നാക്കില് ചോരയോ? എവിടെ എവിടെ? ഇല്ലടി ഇസുകുട്ടി. നോക്കട്ടെ നോക്കട്ടെ. ആ ആ നോക്കട്ടെ. ഇസുകുട്ടീന്റെ നാക്കില് ചോര വന്നോ? ഇവൾക്ക് വല്യ പല്ലു വന്നു. ആ കൊടുക്കടി കൊച്ചിനെ കൊതിപ്പിക്കാണ്ട്. എടി കൊച്ചിന് കൊടുക്കടി. എന്ത് ദുഷ്ടത്തിയാടി നീ. നല്ല ഡ്രസ്സുമുണ്ടോ? നല്ല ഡ്രസ്സുമുണ്ടോ? സോന പപ്പട ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക. കൈ മാറ്റിക്കേ നോക്കട്ടെ. ഇത് ഫുള്ള് ഇത് കട്ടിയല്ലേ. ഇത് ഞാൻ ഫുള്ള് ലൂസാക്കാനോ? നീ എന്താ പൊടിക്കട്ടെ? പൊടിക്കാനല്ലേ പറഞ്ഞേ? അയ്യോ ഗൈസ് മഴ തുടങ്ങി. നല്ല വെയിലും ഉണ്ട് ഗൈസ്. മഴയും വെയിലും കൂടിയാണ് ഗൈസ്. എന്ത് കാലാവസ്ഥയാണെന്നറിയില്ല. 2 ദിവസമായിട്ട് ഇപ്പൊ പോടി പോടി പോടി. കുറുക്കന്റെ കല്യാണം എന്റെയും പപ്പേന്റെ കല്യാണം പൊട്ടത്തി. മഴയും വെയിലൊക്കെ ഇഷ്ടമുള്ളവർ ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ. അറിയില്ല. നല്ല രസമുണ്ടല്ലേ ഗൈസ്. തുള്ളി തുള്ളികളൊക്കെ വീഴുന്ന കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. നീ എന്തിനാ കൊച്ചിനെ വഴക്കു പറയണത്? അപ്പൂപ്പൻ താടിയോ നല്ല പൊട്ടത്തിയത്. നമുക്ക് ആ ദീപാവലിന്റെ കൂടെ ഒക്കെ കിട്ടുന്ന സാധനമാണ്. ദീപാവലി സ്വീറ്റ്സിന്റെ കൂടെ ഒക്കെ കിട്ടുന്ന സാധനമാണ്. എത്രയോ വർഷം കഴിച്ചിട്ടുണ്ട്. പഠിക്കാനിരുന്ന അമ്മൂസാണ്. ഇപ്പം ഇതാ ഈ പരിപാടിയാണ്. നിങ്ങൾ ഇങ്ങനെ പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരാണോ ഗൈസ്? അമ്മൂസിനെ പോലെ നോക്ക്. പഴുത്തത്തിന്റെ ബുക്കും അവിടെ ഇങ്ങനെ വെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കൊച്ചിനെ കൊതിപ്പിക്കാണ്ട് കൊടുക്കടി. ചെറിയ കഷ്ണാക്കി കൊടുക്കാമോ?
ഭയങ്കര ചൂടാണ് ഗൈസ്. ഇപ്പം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ആ ചൂടുണ്ട്. നിനക്ക് ചൂടില്ലാന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ചൂടില്ലാണ്ടിരിക്കും. നല്ല ചൂടുണ്ട്. അപ്പം അതിനനുസരിച്ച് നല്ല മഴയുണ്ട് ഗൈസ്. പപ്പയുടെ ഗപ്പി പോണ്ടിൽ നിറച്ചും ഗപ്പീസ് ഉണ്ടോ? നിറച്ചും ഗപ്പീസ് ഉണ്ട് ഗൈസ്. അതാ പപ്പയുടെ ഗപ്പി പോണ്ടിൽ നല്ല ഭംഗിയുള്ള ഗപ്പീസ് ഓടിക്കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? വല ഇട്ടിട്ടുണ്ട് ഗൈസ്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. നിറച്ചും ഗപ്പീസാണ് ഗൈസ്. ഇതിൽ ഫ്രോക്സ് ഒന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പ ഇങ്ങനെ വല ഇട്ടേക്കുന്നത്. നമ്മളെ കാണുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് പോയി മറിഞ്ഞു. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് കാണുന്നുണ്ട്. ഇതിപ്പോൾ താമരയാണേ. താമര വിരിഞ്ഞേക്കുവാണ്. അതിൻ്റെ ഇലകളാണ് ഇപ്പം ഇങ്ങനെ കാണുന്നതൊക്കെ. നിറച്ചുണ്ട് ഗപ്പീസ് നല്ല കളർഫുൾ ഗപ്പീസാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഗപ്പീസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഗപ്പീസ് ഇതല്ലാണ്ട് പപ്പ വളർത്തുന്നുണ്ട്. ടിട്ടോ ടോയ്സ് എടുത്തോ. ടിറ്റോൻ്റെ ടോയ്സ് എവിടെ? യൂണിക്കോൺ എവിടെ? ഈ കൊച്ചിനെ കൊതിപ്പിച്ച് കഴിക്കണ്ട അമ്മോ. നിനക്ക് വയറ്റിളക്കം പിടിക്കോടി. നോക്കിക്കോ. എന്നാ ശരി. അത്രയും വലിയ പീസൊന്നും കൊടുക്കല്ലേ. ആ കൊച്ചു ഒന്നാമത് ബേന്നാക്കിക്കൊണ്ടിരിക്കണ കൊച്ചാണ്. പൊട്ടത്തി അയറി. ഓഹോ, ടിട്ടുവിന്റെ കണ്ണാണെങ്കിൽ സോന പപ്പടില്ല. നല്ലോണം തിന്നുന്നുണ്ട്. നല്ലോണം തിന്നു. ചോറും മുത്താറിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വായ ഓർക്കൂല. ഈ വക പൊടിയേരി കഴിഞ്ഞു. ഇതാണ് ടിറ്റുവിന്റെ പരിപാടി അല്ലേ ടിറ്റോ? പിന്നെ ചിക്കൻ ഫ്രൈ, ബിരിയാണിയും ഐസ്ക്രീം ഒക്കെ കഴിക്കും. ഓ ടിട്ടോ, നീ ആള് കൊള്ള ടിട്ടോ. നീ ആള് ഉഷാറാണ് ടിട്ടോ. ഇന്ന് രാവിലെ ഇസബൽ എണീറ്റപ്പോള് ഇസബൽ ഇങ്ങനെ ഇരിക്കുക. ഞാന് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു. ആ ഗണ്ണില്ലേ, റബ്ബർ ബാൻഡ് വെച്ചിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോള് ഇസബൽ അതല്ല സോറി ഒന്നും കൂടി പറയാം. ഞാൻ ഒളിച്ചേ കണ്ടേ ഇസബലിനോട് കളിക്കായിരുന്നു രാവിലെ എണീച്ചിട്ട് കട്ടിലില്. എന്നിട്ട് ഇസബല് ഞാൻ ഒളിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. എന്നിട്ട് ഇസബല് കൈ ഇങ്ങനെ സ്റ്റൈലാക്കി വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് വന്നത് കൊറേ 2 വട്ടായി. ഇസകുട്ടിയേ സുന്ദരിയേ പൊട്ടത്തീന്ന് വിളിച്ചാ അയറിനാ? അയറിമോളോ? ഇസകുട്ടിയെ നീ എന്താ അയറിനെ മൂക്കിലൊക്കെയാണോ വെച്ച് കൊടുക്കുന്നത്? പാവാ കുഞ്ഞിന്റെ മൂക്കിലൊക്കെ സോനാപ്പപ്പടിന്റെ പൊടി. പാവം കുഞ്ഞ്. നീ ഭയങ്കര സാധനം. അമ്മൂസിന്റെ ഫ്രണ്ട്സ് പറയട്ടെ, അമ്മൂസ് പാവാണോ ഭയങ്കര സാധനമാണോ എന്ന്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കണം അമ്മൂസിന്റെ ഫ്രണ്ട്സ് പറയണോ കേട്ടോ, അമ്മൂസ് പാവാണോ ഭയങ്കര സാധനാണോ എന്ന്. അല്ലേ അമ്മൂസ്? എന്റെ പൊന്നു മോളെ, ഇങ്ങനൊക്കെ എങ്ങനെ തിന്നാൻ പറ്റുന്ന എനിക്ക്? പഠിക്കണ്ടേ? കണ്ടോ ഗൈസ്, ഇതാണ് അവസ്ഥ. 2 അക്ഷരം പഠിക്കും. അതാ ബുക്ക് അതാ അവിടെ കിടക്കണം. ബുക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടിടും. ഇതാണ് പരിപാടി. 3ാമത്തെ എത്തിയിട്ടേ ഉള്ളൂ. 5ാമത്തെ അല്ല 15. വെറും ഉഡായിപ്പാണ് അമ്മൂസ് കളിക്കുന്നത്.
ഈ പൊടിയൊക്കെ ഇനി അകത്ത് തൊഴിക്കണം കേട്ടോ, നല്ല തല്ല് പിടിക്കും. ആ, ഇങ്ങനത്തെ കുരുത്തം കെട്ട സ്വഭാവമാണ് ഗൈസ് നിങ്ങളും. അമ്മൂസിനെ പോലെ ആ കൊച്ചിനും കൊടുക്കാം അമ്മൂസെ. ആ കൊച്ചു നോക്കിക്കുക നിന്നെ. ഇതെങ്ങനെ എത്രയും തിന്നണം? രണ്ടെണ്ണൊക്കെ കഴിക്കാന്നല്ലാണ്ട് ചോറ് കഴിക്കുന്ന പോലെ ചവാണ് കഴിക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് വെയിലൊക്കെ പോയി. ഇപ്പൊ അവിടെ നിന്ന് കാർമേഘമൊക്കെ മൂടി കിടക്കാണ് ഗൈസ്. ക്ലൈമറ്റ് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല മഴയും വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് നല്ല മഴക്കാറും ഉണ്ട്, ഒരു സ്ഥലത്ത് നല്ല തെളിച്ചും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മിക്കവാറും മഴ കിട്ടും. അയ്യേ, എന്താണ് അമ്മൂസ ഇങ്ങനെ? എനിക്കൊന്നും വേണ്ട, വേണ്ട. അത് കഴിച്ചോ. സോനാപ്പപ്പന്റെ ഇഷ്ടമുള്ളവരൊക്കെ കഴിച്ചോട്ടോ. അത് അമ്മൂസ് സോനാപ്പപ്പട വരുന്നുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ കുറെ കഴിക്കുന്ന ഇഷ്ടമല്ല. 2-3 എണ്ണൊക്കെ കഴിക്കാന്നല്ലാണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ അമ്മൂസ് ഇന്ന് പഠിക്കണ ലക്ഷണം ഒന്നും കാണുന്നില്ല. ഈശോയെ, വാട്ട് ഈസ് ദിസ്? ടിറ്റു അവിടെയൊക്കെ, ടിറ്റു. ആ, കുറുക്കന്റെ കല്യാണം. ഇതാ വെയില് വന്ന് കണ്ടോ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തുനിന്ന് വെയിലും ഒരു സ്ഥലത്തുനിന്ന് മഴക്കാറും. അപ്പൊ കുറുക്കന്റെ കല്യാണം ഗൈസ്. ഒന്ന് പൊടിയാടുന്നു. അപ്പൊ ഗൈസ്, അമ്മൂസ് ഇന്ന് പഠിക്കാനുള്ളൊരു ലക്ഷണമൊന്നും കാണുന്നില്ല. 2 അക്ഷരം പഠിച്ച് ഇപ്പൊ ഇതാണ് സ്ഥിതി. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ തല്ലിക്കൂട്ടി എങ്ങനെയെങ്കിലും 2 അക്ഷരം കൂടി പഠിപ്പിക്കണം. ഇങ്ങനെയാണ് ഇന്നിപ്പോൾ പഠിപ്പിച്ച് തീർക്കേണ്ടത്. നാളെ അമ്മൂസിന് കാറ്റഗിസം ഉണ്ടാവും, പിന്നെ ഡാൻസും ഉണ്ടാവും. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് കിട്ടും ഗൈസ്. അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞിട്ട് പഠിക്കാതിരുന്നാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. ഇപ്പം മറ്റന്നാൾ മുതൽ പിന്നെയും സ്കൂളിൽ തുടങ്ങണം. പിന്നെ ഈ ആഴ്ച, അടുത്ത ആഴ്ച മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അമ്മൂസ് ഡാൻസ് സ്കൂളിൽ പോയിട്ട് ഡാൻസ് പഠിച്ചതിൻ്റെ സ്റ്റെപ്പുകളാണ് അമ്മൂസ് കാണിച്ചു തരുന്നത്. സ്പീഡിൽ കളിക്കണം, ആദ്യം സ്ലോ. ടിട്ടോ, വീഴും വീഴും, ടിട്ടു വീഴും. അപ്പൊ ക്ലാസ്സിൽ പോകുന്നതിനൊക്കെ വലിയ ഗുണമുണ്ടല്ലേ അമ്മൂസെ? പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? നന്നായി പഠിക്കണം. അയ്യോ ഗൈസ്, മഴ 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 ഗൈസ്, മഴ പെയ്തു. അപ്പോൾ അമ്മൂസ് ഇന്നത്തെ പഠിത്തം മതിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ അത്.
പഠിക്കണേന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ ഇത്. ടിട്ടു മഴ പെയ്യുന്നത് കണ്ടോ? കണ്ടോ? അകത്ത് പോണ്ട, ഭയങ്കര ചൂടാണ്. അകത്ത് ഭയങ്കര ചൂടാണ്. ഞാൻ ഇല്ല. അപ്പോൾ ഗൈസ് നല്ല മഴ പെയ്തു. ക്ലൈമറ്റ് ഓൾറെഡി ചേഞ്ച് ആയി. ഇത്ര നേരം നമ്മൾ കണ്ട വെയിലൊന്നുമല്ല ഗൈസ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നല്ല മഴയാണ്. ക്ലൈമറ്റ് ടോട്ടലി ചേഞ്ച്. എന്ത് സാധന ഗൈസ്? അമ്മൂസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ആ എൻ്റെ മേത്ത് അമ്മൂസെ കൊടയുന്ന തല്ല് മേടിക്കട്ടാ. കളിക്കണ്ട, എൻ്റെ അടുത്ത് കളിക്കണ്ട കേട്ടോ, ഞാൻ മിണ്ടൂല. കാണുന്നില്ല. അപ്പൊ ഗൈസ് ഇത് 2 പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അമ്മു യൂട്യൂബിൽ അത് കണ്ട് പഠിച്ചതാണ്. അപ്പൊ ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് അമ്മൂസ് കൂടുതൽ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, കാണിച്ചേ. റൊട്ടേറ്റ് ചെയ്യേ. ഓക്കെ, സങ്കടം. ഓക്കെ, ഓരോരോ ഫേസ് ഉണ്ട് ഓരോ പെൺകുട്ടിക്ക്. ഇട്ട് അത് വാരണ്ടേ? നോക്കട്ടെ. ഓക്കെ, അമ്മൂസിന്റെ അതേ ഫേസ് ആണ് ഗൈസ്. അമ്മൂസിന്റെ പേപ്പർ ബ്രേസ്ലെറ്റ് ആണത്. ലൂസ് ബ്രേസ്ലെറ്റ് ആണല്ലേ. ഇതൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചാണോ അമ്മു? ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ? അമ്മൂസ് മിക്കി മൗസിനെ വരച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലേ അമ്മൂസ് അത്? ബട്ടർ പേപ്പറിൽ. ഈ ബട്ടർ പേപ്പറിൽ എന്താ അത്? എന്തിനാ അങ്ങനെ വരയ്ക്കുന്നേ? ട്രേസ് എടുത്തല്ലേ? 10 ഔട്ട് ഓഫ് എത്രയല്ലേ ഗൈസ്? എത്ര കൊടുക്കുന്നത് അമ്മൂസിന്? 10 ഔട്ട് ഓഫ് 10 ആണോ? ഞാൻ എത്ര കൊടുക്കാന്നറിയോ? 10 ഔട്ട് ഓഫ് എത്രയാ? 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10 അല്ല ഞാൻ കൊടുക്കുന്നത്. 10 ഔട്ട് ഓഫ് 8 കൊടുക്കുള്ളൂ. കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാണ്ട്. നോക്കട്ടെ, വേറെ ബുക്ക് എടുക്ക്. നോക്ക്, അതിൻ്റെ അകത്തുണ്ടോ? ഇന്നലെ ലാസ്റ്റ് കാണിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച പിന്നെ കളർ മാറിയില്ലേ? എന്നതാ അമ്മൂട്ടിയെ? എന്തത്? എന്താ എന്താക്കിയേ? സ്ക്വീസി പെന്നിൽ എന്താ ഉള്ളേ? ന്യൂസ് പേപ്പറാ? എന്തിനാ പഞ്ഞി കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്നതാ ടിറ്റോ? ഹാൻഡ് ബാഗ് ആണോ? നോക്കട്ടെ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ ഹാൻഡ് ബാഗില്? ഓരോന്ന് ഉണ്ടാക്കാൻ പഠിക്കുന്നൊക്കെ എവിടുന്നാ? യൂട്യൂബിൽ നിന്ന് നോക്കി ഉണ്ടാക്കാണ് ഗൈസ്. അയ്യോ, അതെന്താ സംഭവം? പാമ്പോ? അരമണിക്കൂറൊന്നും വേണ്ടല്ലോ ഇത് ഉണ്ടാക്കി. ഇതൊക്കെ ഞങ്ങൾ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതായിട്ടിട്ടു അതൊക്കെ പാമ്പ് പാമ്പു 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 ചേച്ചീന്റെ കയ്യില് പാമ്പു. അതാ പാമ്പ് ഗൈസ്, പാമ്പു ബൂബു കൊക്കോ കൊക്കോ ഗൈസ്.
ആ അത് നമ്മൾ കാണിച്ചില്ലല്ലോ, സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല അല്ലേ? ആ എന്താ മൂസേ? അയ്യോ പൂട്ടും താക്കോലൊക്കെ ഇട്ട് ഗൈസ്, നോക്കട്ടെ. എന്റെ ദൈവമേ, വാട്ട് ഈസ് ദിസ്? പൂട്ടും താക്കോലൊക്കെ ഇട്ട്. അത് ആർക്കടി കത്ത്? സത്യം പറഞ്ഞോ, ആർക്കടി? ഈശോയ്ക്കാ? എന്റെ ദൈവം, ഇതാരാ പഠിപ്പിച്ചെന്നേ? എന്റെ ദൈവമേ, ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡു നോട്ട് ഓപ്പൺ ദിസ് ബുക്ക്. അതിൻ്റെ അകത്ത് എന്താ ഇതേക്കുന്നേ? ഐ ലവ് യു ജീസസ്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. അവള് സ്വന്തമായിട്ട് ചെയ്താണ് ഇതൊക്കെ. പൂട്ടിട്ട് ഇതൊക്കെ ശരിക്കും എവിടുന്ന് എടുത്താ മോളെ? പപ്പേൻ്റെ ഇത് അടിച്ചു മാറ്റിയല്ലേ ഇതൊക്കെ? സത്യയുടെ പപ്പ അത് അന്വേഷിച്ച് അടക്കട്ടെ കേട്ടാ. മൂസിന്റെ കൈ ചെയ്തേക്കുന്നുണ്ട് ഗൈസ്. ഇതെങ്ങനെയാ ചെയ്തേ? അതൊരു കളർ പേപ്പർ എടുത്തിട്ട് പെൻസിലോണ്ട് ഇങ്ങനെ വരച്ച് സ്വന്തം കൈ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്, വരച്ചിട്ട്. ഇത് അവക്ക് തന്നെ അറിയില്ല എന്താ ചെയ്ത് വെച്ചേക്കുന്നെന്ന്. നല്ല ഡ്രോയിങ്ങാ, ഭയങ്കര നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ അത് എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് തന്നെ അമ്മൂസിന് അറിയില്ല ഗൈസ്. നോക്കട്ടെ നോക്കട്ടെ, നല്ല ഡ്രോയിങ് ആണല്ലോ. നോക്കട്ടെ ഇതെങ്ങനെ ചെയ്തത്? അതെങ്ങനെ ചെയ്തത്? ത്രെഡ്, നൂല് നൂലെടുത്തിട്ട് ഏതെങ്കിലും കളർ നൂലെടുത്തിട്ട് അതിൽ ഇങ്ക് മുക്കി, അതിലോട്ട് ഇങ്ക് മുക്കി, എന്നിട്ട് ഒരു ബുക്കിലോ പേപ്പറോ ഇങ്ങനെ എടുത്തിട്ട്, ബുക്കാണെങ്കില് നമ്മൾ എന്തിനും ഡിസൈൻ എടുക്കാം, ഇങ്ങനെ ഇങ്ങനെ ആക്കാം, എന്നിട്ട് നൂല് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ആ ബുക്ക് അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ആ പേജ് തുറന്ന് നോക്കുമ്പോ നല്ല ഒരു ഇതില് കിട്ടും അല്ലേ? അപ്പൊ പേപ്പർ ആണെങ്കില്, കുറച്ച് പേപ്പർ ആണെങ്കില് നമ്മൾ ഇത് ഇങ്ങനെ മടുക്കും. ബുക്കാവുമ്പോ നല്ല ഭംഗിയാവും അല്ലേ? കുറച്ചും കൂടി ഒരു ഭംഗിയാവും അല്ലേ? ഓക്കെ, അപ്പം അമ്മൂസ് ചെയ്ത ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതല്ലേ? പിന്നെ പാരഷൂട്ട് പേപ്പർ വെച്ചിട്ട് ഒരു പാരഷൂട്ട്. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ട് ആ പാരഷൂട്ട് കാണിച്ചതിന് ഇതുകൂടിയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഗൈസ് അമ്മൂസ് ആദ്യം പറഞ്ഞ എന്താണിത്? 3D ഡ്രോയിങ് ആണ് ഗൈസ്. ആൾക്കാർ കൈ കോർത്ത് ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. അമ്മൂസ് ഇന്നലെ രാത്രി ഇത് സ്വന്തം വരച്ചാണ് ഗൈസ്. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇതില് 10 ഔട്ട് ഓഫ് എത്രയാണ് കൊടുക്കേണ്ടത്? നിങ്ങളെല്ലാരും പറയണേ. ഞാൻ 10 ഔട്ട് ഓഫ് 10 ആണ് തരുന്നത്. റെഡി ആയില്ലേ? നിങ്ങൾ എത്രയാ കൊടുക്കുന്നത്? അമ്മു ഇട്ടുമല്ലേ, അത് സാറില്ല. ഓക്കെ ഗൈസ്, പിന്നെ